ഹലോ കൂട്ടുകാരെ, അപ്പോഴേ നമുക്ക് കുക്കറിൽ കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ 2-3 തക്കാളിയും വറ്റൽമുളകും പിന്നെ പനീറും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു പനീർ ബട്ടർ മസാല കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി നല്ല ചെറുതായതുകൊണ്ടാണ് 3 ചേർത്തത്. മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ 2 മതിയാവും. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം, ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിലൊന്ന് കേൾപ്പിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് റെഡിയാവും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും പനീർ ബട്ടർ മസാല ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ താണ്ട ഒരു വിസിലൊക്കെ ഒന്ന് കേട്ട് ആ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴിതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. തണുത്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ആ കുക്കറിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റാക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ അതാണ്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ബട്ടറിലിട്ട് ചെറുതായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീറും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഒരുപാടൊന്നും ഫ്രൈ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുപാടങ്ങ് ബലം കൊടുത്തൊന്നും മിക്സ് ആക്കരുത്, ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, പൊടിഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ട് അധികം ബലം കൊടുക്കാതെ ഒന്നങ്ങ് മിക്സാക്കി ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അതാണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു ക്യാപ്സിക്കം കുറച്ച് മാത്രം എടുത്തൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാവേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 കപ്പ് പോലും ഉണ്ടാവില്ല, അതിലും കുറവായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് അത്യാവശ്യം തിക്കായിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതിയാവും കേട്ടോ. ആ ഒരു വിസിലാകുമ്പോഴത്തേനും ഈ പനീറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഒരു വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പനീറൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതെന്ന് തോന്നിയിട്ട് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാവേ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ആക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പശുവും പാൽ ചേർത്താലും മതിയാവും. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഒരുപാടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കുക്കറിൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കൂട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ.
ഇപ്പോൾ അതാണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെയൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം കേട്ടോ. നല്ല പൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോഴേ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്കിതിനി ചൂടോടെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ അങ്ങോട്ട് സെർവ് ചെയ്താലോ. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ ആണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോഴേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ.